ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള മൂവിയായ മാർക്കോ സിനിമ കാണാൻ പോകലാണ്. അപ്പോൾ ഇന്ന് തിരൂർക്കാണ് പോണത്. നമ്മുടെ ഗയാം തിയേറ്റർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത്, ഗയാം തിയേറ്റർ പഴയ തിയേറ്റർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. മാജിക്കൽ ഫ്രെയിം അവരേറ്റെടുത്ത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് അവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ വളാഞ്ചേരിയിലാണ് പോക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് സ്ഥലം മാറ്റി പിടിച്ച്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂവീൻ്റെ റിവ്യൂവും അതേമാതിരി കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. One hour later. മനവില്ലാ മനസ്സോടെ ഞങ്ങൾ തിയേറ്ററിൽ കയറി. അതെ, ഏതായാലും ആഫ്റ്റർ ഇത് ഇന്റർവെൽ ആയില്ലേ, ബാക്കിയും മനവില്ലാ മനസ്സോടെ കണ്ടിട്ട് എന്താ ഫസ്റ്റ് ഹാഫ് എന്തോട്. One hour later. ആ നായിന്റെ സീനല്ലേ, നായി കയറിയതില്ലേ, അറിയോ ഇതിന് അത് നമ്മളെ തുപ്പാക്കിയത്തെ സീനാണ്. പിന്നെ ലാസ്റ്റത്തെ വെടിവെപ്പ് പിന്നെ KGF ഉണ്ട്. അവസാനത്തെ അടിയും എല്ലാ പടം കൂടി അടി. പോരാത്ത മാസം ഡയലോഗാ. നെഞ്ചത്ത് കഴിക്കാത്തവർക്ക് എന്താണ് സ്പെഷ്യൽ? കിട്ടിയല്ല തേങ്ങ ടാങ്കി. ഇത് മിസ്സായില്ലേ, കന്നെ വിളിക്കണം എന്താ വിളിച്ചു കഴിഞ്ഞ ടാങ്ക് കഴിക്കാന്. അപ്പത്തിന് എത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുള്ളൂ, ടാങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടോ നോക്കാന്ന്. ഒരു വട്ടം ഓർഡർ ചെയ്ത് എന്റെ അഭിപ്രായം പറയും. മെക്സിക്ക നമ്മള് ഒരു വട്ടം അടിച്ചല്ലേ, വേറെ പറയും. ചേട്ടാ കസേര വെച്ചാണ്ട് അപ്പുറത്തേന്നു പോവാത്ത സാധനം ഇപ്പൊ ഏതാ നോക്കിയാണ്ട് പറയാന്. ഇന്നാളെ നമ്മളേതാ കഴിച്ചേ? റിവ്യൂസ് പറഞ്ഞായിരിക്കും പ്ലെയിൻ. ഇതൊരു സുഖമില്ല ചേട്ടാ. ഞാൻ ഇതേതാണ് പോക്ക്. ബെഞ്ചിന്ന് ഇറങ്ങണായിരിക്കും. കുടിക്കാൻ മാസ് കാണിച്ചാണെങ്കിലും വേണ്ട, അവിടെ ഇരുന്നാ മതി. ഞാൻ കളിക്കാനായി എന്ത് കളിയപ്പത്? ഞാൻ അവനോട് പറഞ്ഞ അങ്ങോട്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്കാണ് സുഖം. ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ മതി. നമ്മക്ക് എന്താ പടത്തിന് അടിപൊളി പടം. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ട. കണ്ണീര് തുടച്ചിട്ട് കാണാൻ വരുമോ?
പോയിട്ട് ഇതെന്നെ കാണാൻ വയ്യ. നിങ്ങളൊക്കെ ഈ ചോദിച്ചില്ല, നിങ്ങൾക്ക് കിട്ടിയില്ല. കാണണ്ട. ഞാൻ വീട്ടിൽ ഇറങ്ങാൻ പാടുള്ളൂ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ പടം അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഫുള്ള് കണ്ടിട്ടില്ല. അതല്ലല്ലോ അപ്പൊ പറഞ്ഞേ. അല്ല സോലിയ ആകപ്പാടെ അതിലും കൂട്ടാൻ പറ്റുന്ന വയലൻസിന് എന്താ ഒരു പക്ഷെ ആ പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചില്ല. അതന്നെ പറഞ്ഞ മാസം ഡയലോഗ് അടിച്ചിട്ട് കാണിക്കുന്നത് വേറെ പലതുമാണ്. മറ്റോ പറയാ ഞാൻ മരിച്ചിട്ട് ഇജ്ജ് നീച്ചാ മതിന്ന്. അല്ല എന്ത് ഞാൻ കെടുത്തിട്ടോ ഇജ്ജ് വന്നാ മതി പറഞ്ഞു. പിന്നെ ആ കുട്ടികൾ കൊടുക്കണേ സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെ ഓന് പ്രതികാരം ചെയ്യണേ ആ പെരി തന്നെ ചെയ്യണ്ടേ. അത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ്. പെരി പോയിട്ട് ഓനെന്നെ തുന്നി കെട്ടിട്ട് അതല്ല അപ്പോഴും ഡ്രിമ്മർ എടുത്തിട്ട് അതെ ശരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലോ, ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരെണ്ണം വീട് വിട്ട് പുറത്തു പോരുത്. പക്ഷെ ആ വീട്ടിലെ എല്ലാരും കൂടി അടിക്കാനുള്ള സ്ഥലമില്ല. ആ വീട്ടിനുള്ളിലേ എല്ലാരും കൂടി തമർത്താനുള്ള സ്ഥലമില്ലാത്തോണ്ട ചെറിയ വീടല്ലടാ. വയലൻസ് മാത്രം കണ്ടെങ്കിൽ വലിയ GTA വരിക ഇങ്ങനെ കുത്തുന്നു. പബ്ജി ഇൻട്രോ ശരിക്കും ആ പള്ളിക്കുള്ള ഇൻട്രോ ആക്കിയാൽ നല്ല ലാഗാണ്. ഫസ്റ്റ് ഓന്റെ ഇൻട്രോ ഉണ്ടല്ലോ പള്ളിക്ക് ആക്കിയാൽ മതി. ആ പള്ളിക്ക് ഇൻട്രോ മാറ്റം കാണിച്ചിട്ടുണ്ട്. ഓക്കെ പള്ളിക്ക് മാസ് കയറി വന്നിട്ട് ആ ഡയലോഗും അവരൊക്കെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഇൻട്രോ നൈസായിരുന്നു. തുടക്കം ഇവര് പടം ഫിക്സ് ചെയ്യുന്ന മുമ്പ് രമേശിനോട് കഴിവുണ്ട് അല്ലേ? ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന അങ്ങനല്ല. റമീസുമായിട്ട് നമ്മളിവിടുത്തെ ചെക്കന്മാർക്ക് വേണ്ട എങ്ങനത്തെയാണ് കേജപ്പൊക്കെമാര് മാസും ആക്ഷനും എല്ലാ സ്റ്റോറി ഒന്നും ഒരു ആവശ്യമില്ല. ആ ഡയലോഗ് ഡെലിവറി അത് ഇതിലുണ്ട്. ഡെലിവറി ഒക്കെ ഓക്കെ ഏകദേശം ഉണ്ട് നോക്കാം. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവര് നമ്മൾ ഈ പടം മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ചില പോർഷനൊക്കെ ഡയലോഗ് കറക്റ്റ് ഉണ്ട്. കൈദ്യം കഴിച്ചപ്പോ കയ്യിലുണ്ട്. പിന്നെ ലിയോന്റെ ഫൈറ്റ് ഉണ്ട്. അവസാനം ഗോഡൗണിലുള്ള അടി ലിയോനുണ്ട്. പിന്നെ വരുന്ന എൻട്രി ഇല്ലേ അയ്യാണ് തുപ്പാക്കിയിലുണ്ട്. റമീസ് വെച്ച ഒരു പടം കണ്ടിക്കണ അതിന്റെ A to Z ഓനെ മനസ്സിലുണ്ടോ? റമീസിനെ എല്ലാ ഡയറക്ടർമാർക്കും പറ്റിക്കാൻ പറ്റൂല. മൈക്ലാപ്പന്റെ ഡയലോഗ് ഉണ്ട്. പുലിയെ കൊല്ലണം. അവസ്ഥ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. മറ്റു ചങ്ങായി ചത്ത രാവിലെ ഒരു അപ്പാപ്പം വന്നില്ലേ? കണ്ടിട്ടില്ല. കൊറേ ക്യാരക്ടർ കുറച്ച് ഏരിയാസിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണവരോ ജഗദീഷ് പോയപ്പോ ആസനം പൊട്ടിത്തിരുത്തില്ല. എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? മാമൊരു പേര് പറ. എന്റെ അഭിപ്രായത്തിൽ നല്ല അടിപൊളി ഫീലും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് നോക്കല്ലേ. റിവ്യൂ ഇട്ടതാ ഞാൻ ആലോചിക്കണം. നല്ല പൈസ കൊടുത്തില്ലേ? വയലൻസ് പറഞ്ഞിക്ക കുഴപ്പമില്ല. എന്തെങ്കിലും കാണിക്കട്ടെ. എന്താ ഡിസൈനിങ് ഒക്കെ തുടങ്ങിയോ? മേലക്കൂടിയൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ. നല്ല എൻഗേജ് ആണെന്ന് പറഞ്ഞത്.
ഇതൊന്നും നല്ല ബിരിയാണിയല്ല. ഞാനെന്താ ഇതിന് ഇന്റർവെൽ ഇല്ല വിചാരിച്ചു. ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന് ഇന്റർവെൽ ഒന്നും അല്ലേ? ഞാൻ കണക്കൂട്ടിയാണ് 3:15 ഇന്റർവെൽ 3:20 ഉണ്ടാവില്ല. അല്ല 2:20. സോറി സാധാരണ ഇറങ്ങിയാന്നോ ഉച്ചക്ക് ചോറ് തന്നെയാ? ഞങ്ങളൊന്നും ഉച്ചക്ക് ചോറ് തന്നെയാ. രാവിലെ 2 ദോശ റമീസ ഒന്നുകൂടെ ബാക്കി അതൊക്കെ കത്തൂല, അതിലേക്ക് വയ്ക്കുന്നു. റമീസ ബില്ല് കുറച്ചുള്ളൂടാ, കൊടുക്കൂലേ? ഞാൻ സെറ്റിൽ ഒരു 50 ഉറുപ്പിക തന്നു പ്ലീസ്. ഞാൻ തന്നോ? എന്തെങ്കിലും